ജസ്ന എവിടെയെന്ന് കണ്ടെത്താൻ CBIക്കും കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം അവർ പറയുന്നു, ജസ്ന മതപരിവർത്തനത്തിന് വിധേയായിട്ടില്ല. തീവ്രവാദ സംഘടനകൾക്ക് ജസ്നയുടെ തിരോധാനത്തിൽ പങ്കില്ല. അതായത് കേസുമായി ബന്ധപ്പെട്ടുയർന്ന വലിയൊരു ചോദ്യത്തിന് CBI ഉത്തരം കണ്ടെത്തി. എന്നാൽ ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ CBIയും ഇരുട്ടിൽ തന്നെ. നിരവധി മതപരിവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് ജസ്ന മതം മാറിയിട്ടില്ലെന്ന നിഗമനത്തിലേക്ക് CBI എത്തിയത്. ഇതിനായി അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും CBI അന്വേഷണം നടത്തി. കേസ് അവസാനിപ്പിച്ചുകൊണ്ട് CBI തിരുവനന്തപുരം യൂണിറ്റ് CJM കോടതിയിൽ സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ടിലേതാണ് ഈ വിശദാംശങ്ങൾ. CBI ക്ലോഷർ റിപ്പോർട്ടിലെ മറ്റു വിവരങ്ങൾ ഇവയാണ്. ജസ്ന കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചു. പിതാവിനെയും സുഹൃത്തിനെയും ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയ്ക്ക് വിധേയരാക്കി. അവർ പറഞ്ഞ വിവരങ്ങൾ സത്യമാണ്. ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പതിവില്ല. ജസ്നയ്ക്കായി ഇന്റർപോൾ വഴി യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചു. മാൻ മിസ്സിംഗുമായി ബന്ധപ്പെട്ട ഏത് കേസ് അന്വേഷണത്തിലും ആദ്യത്തെ 48 മണിക്കൂർ നിർണായകമാണ്. ഈ സമയത്താണ് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതും തെളിവുകളിലേക്ക് എത്തേണ്ടതും. എന്നാൽ ജസ്ന കേസിൽ ഇതുണ്ടായില്ല. അന്വേഷണത്തിലെ ഗോൾഡൻ അവർ ലോക്കൽ പോലീസ് തീർത്തും പാഴാക്കിയെന്ന് ചുരുക്കം. ജസ്ന കേസ് അന്വേഷണം വഴിമുട്ടിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് CBI റിപ്പോർട്ടിലെ കണ്ടെത്തലാണിത്. ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകളെ തള്ളിക്കളയുകയാണ് CBI. ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നതിന് ക്രൈംബ്രാഞ്ചിന് തെളിവില്ല. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഫോൺ വിശദാംശങ്ങളിൽ നിന്നുള്ള അനുമാനമാണ് അവർ നടത്തിയത്. തെളിവ് കണ്ടെത്തിയില്ലെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ KG സൈമൺ മൊഴി നൽകിയതായും ക്ലോഷർ റിപ്പോർട്ട് പറയുന്നു. ജസ്നയെ കുറിച്ച് വിവരം കിട്ടിയെന്ന മുൻ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു. എന്നാൽ താൻ ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നാണ് തച്ചങ്കരി CBIക്ക് നൽകിയിരിക്കുന്ന മൊഴി. 2018 മാർച്ച് 22-നാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ജസ്നയെ മുക്കൂട്ടുതറയിൽ നിന്നും കാണാതായത്. ബന്ധുവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ആദ്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് 2021-ൽ CBI ഏറ്റെടുക്കുകയായിരുന്നു. തുടരന്വേഷണത്തിനായി കോടതിയെ സമീപിക്കാനാണ് ജസ്നയുടെ കുടുംബത്തിന്റെ തീരുമാനം. ലോക്കൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായതായും ആദ്യ 15 ദിവസം കാര്യമായ അന്വേഷണം നടന്നില്ലെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങളടക്കം ജെയിംസ് ആണ് പോലീസിന് ശേഖരിച്ചു നൽകിയത്. CBIയും കേസ് അവസാനിപ്പിക്കുമ്പോൾ ജസ്ന നമുക്ക് മുന്നിൽ ഒരു സമസ്യയായി അവശേഷിക്കുന്നു. സാങ്കേതിക വിദ്യ ഇത്രയധികം പുരോഗമിച്ച ഈ കാലത്തും ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ കാണാതായിട്ട് അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താൻ പോലും അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്.